ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ഈ വീഡിയോ കാണുമ്പോൾ ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന പല ചിന്തകളും മാറും. ആൻഡ് ഐ എം ഡാം ഷുവർ അബൌട്ട് ദാറ്റ്. ഈ വീഡിയോ നിങ്ങൾക്കൊരു തുടക്കമായിരിക്കും, പുതിയ ഉണർവ് തന്നെയായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളിൽ കൂടി എന്നെ അറിയിക്കുകയും വേണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും പതറിപ്പോവാറാണ് പതിവ്, അല്ലേ? നമ്മളെല്ലാവരും സ്റ്റക്കാവുമെന്ന്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കാൻ ആരോ ഒരാൾ വരും എന്നൊരു കാത്തിരിപ്പാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മളെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുക. എൻ്റെ ലൈഫ് തീർന്നു, എനിക്കിനി പറ്റില്ല, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക. ആരോ ഒരാൾ എന്നെ രക്ഷിക്കാൻ വരും എന്നൊരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പരാജയം. ഈ വീഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഒരിക്കൽ പോലും വേറൊരാൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ രക്ഷിക്കാൻ വരും എന്ന ചിന്ത നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറയാൻ ഭയങ്കര സിമ്പിൾ, ഈസിയാണ്, ചുമ്മാ ബ്ലാ ബ്ലാ പറയാമെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് സൊല്യൂഷൻ കാണാൻ നിങ്ങൾക്ക് മാത്രമേ അൾട്ടിമേറ്റ് ആയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ പ്രശ്നങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ, അതായത് അച്ഛൻ കള്ളുകുടിച്ചിട്ട് വരുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും വേറൊരാൾ കൂടി അതിൻ്റെ ഭാഗവാക്കായിട്ടുണ്ട്. എങ്കിൽ കൂടി നിങ്ങളെ തളർത്തുന്ന പ്രശ്നങ്ങൾക്ക്, നിങ്ങളെ അങ്ങേയറ്റം തളർത്തി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങൾ പോലും നിങ്ങളിൽ ഉണ്ടായാലും, നിങ്ങളുടെ ഉള്ളിലെ ആ തീ, നിങ്ങളുടെ ഉള്ളിലെ ആ ഫയർ നിങ്ങളെ മൂവ് ഓൺ ചെയ്യിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മളെപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കുന്നതാണ്, നമ്മളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാൻ ഒരാൾ വരും, എനിക്ക് ആരുമില്ല, ഞാൻ ആരാലും സഹായിക്കപ്പെടില്ല. ഇങ്ങനെ എന്തിനാണ് ആരെങ്കിലും വരുന്നത് കാത്തിരിക്കുന്നത്? എന്തിനാണ് ആരെങ്കിലും സഹായം നോക്കുന്നത്? എന്തിനാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം? നിങ്ങളെ ഏറ്റവും കൂടുതൽ അറിയുന്നത്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ആദ്യം അവസാനം മനസ്സിലാകുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. അതല്ലാതെ നമ്മൾ എത്ര ആളെ കൂട്ടുപിടിച്ചാലും, എത്ര ആളെ പ്രതീക്ഷിച്ചാലും അതിലൊന്നും ഒരു യൂസും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റേണ്ടത്, നിങ്ങളെ സഹായിക്കാൻ വേറൊരാൾ വരും എന്നുള്ള ചിന്തയാണ്. നിങ്ങൾ തനിച്ചല്ലേ ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെയല്ലേ വന്നത്. നമ്മൾ തിരിച്ചു പോകുന്നതും തനിച്ചായിരിക്കും. സോ നമ്മളുടെ പ്രശ്നങ്ങളിൽ പിന്നെ എന്തിനാണ് വേറൊരാൾ വരും രക്ഷിക്കാനെന്ന്? അങ്ങനെ രക്ഷിക്കാൻ വന്നാലും അതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും. ബിക്കോസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനുഷ്യനാണ്. അയാളുടെ ചിന്തകളും അയാളുടെ വികാരങ്ങളും മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ടാണോ നമ്മൾ ജീവിക്കേണ്ടത്? അയാളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ആരോ എക്സ് ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷിക്കും, ആ രക്ഷപ്പെടലിലൂടെ മാത്രമാണ് നമ്മൾ ജീവിക്കുക എന്നെന്തിനാണ് ശാഠ്യം പിടിക്കുന്നത്? സോ ഇന്ന് മുതൽ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന, ഞാനടക്കം പല പോയിന്റിലും ചിന്തിച്ചിട്ടുണ്ട്, എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരും, എൻ്റെ പ്രശ്നങ്ങൾക്ക് മാറ്റാൻ വേറൊരാളുടെ ഹെൽപ്പ് എനിക്ക് വേണം എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു. നിങ്ങളും അങ്ങനെ റിയലൈസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ലെസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ രക്ഷിക്കുവാൻ വേറൊരാൾ വരും എന്നുള്ള കാത്തിരിപ്പ് ചിന്തിക്കരുത്. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്നത്തോടുകൂടി സ്റ്റോപ്പ് ചെയ്യുക. അൾട്ടിമേറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. കാരണം നിങ്ങളെ എ ടു ഇസഡ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ പോയി പറയുമോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വേറൊരാളെടുത്ത്? നമ്മൾ പറയും ഫിൽട്ടർ ചെയ്തിട്ട്, അല്ലേ? എല്ലാ പ്രശ്നങ്ങളൊക്കെ എനിക്കങ്ങനെ മറയൊന്നുമില്ല, ഞാൻ എല്ലാവരോടും സംസാരിക്കും, ഷെയർ ചെയ്യുന്നതൊക്കെ നമ്മൾ വെറുതെ പറയും. പക്ഷെ അങ്ങനെ ഇല്ല. മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയാൽ നമ്മൾക്ക് ഉത്തരം കിട്ടും, അല്ലേ? നമ്മൾ ആരും അങ്ങനെയുള്ള ആളുകളല്ല. നമ്മൾ ആരോട് എങ്ങനെ എപ്പോൾ പെരുമാറണം, എന്തൊക്കെ പറയാം, എന്തൊക്കെ പറയരുത് എന്നുള്ളത് ചിന്തിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാതെ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ നമ്മൾക്ക് എല്ലാവരോടും ഇടപഴകാൻ സാധിക്കുക, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? നിങ്ങൾ തന്നെയാണ്, വേറൊരാളും അല്ല നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ നിങ്ങളെ വിശ്വസിച്ച് തുടങ്ങുക. രണ്ടാമത്തെ കാര്യം അതാണ്, നിങ്ങളെ വിശ്വസിച്ച് തുടങ്ങുക. സെൽഫ് ലവ്, സെൽഫ് വർത്ത്, ഇത് രണ്ടും വളർത്തിയെടുക്കുക. നമ്മൾക്ക് ആർക്കും ഇല്ല, എല്ലാവരെയും ഞാൻ അടച്ച് പറയുകയല്ല, പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും നമ്മളിലേക്ക് ഉറ്റുനോക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ്. നമ്മളിങ്ങനെ ആ ഒരു ഒഴുക്കിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, എല്ലാവരും ഇരിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് എന്നല്ലേ നമ്മൾ കൂടുതൽ ആളുകളും പറയുക. നമുക്കെല്ലാം എല്ലാത്തിനും എല്ലാവരും വേണം, അല്ലേ? ഒന്നും നമുക്ക് തനിച്ച് ചെയ്താൽ സന്തോഷം ഉണ്ടാവില്ല. തനിച്ച് ഭക്ഷണം കഴിച്ചാൽ, തനിച്ചൊരിടത്ത് പോയാൽ, ഇതൊന്നും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ല. എന്നാൽ അങ്ങനെ ആവരുത്. നമ്മൾക്ക് സന്തോഷം കണ്ടെത്താൻ നമ്മളിലൂടെ തന്നെ പറ്റണമെന്നുള്ളതാണ്. നമ്മൾ പുറത്തു പോയി തനിച്ച് ഭക്ഷണം കഴിക്കണം, നമ്മൾ തനിച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകണം. അതിൻ്റെ അർത്ഥം എല്ലാവരെയും മാറ്റി നിർത്തി ഞാൻ ഇനി ഒറ്റയ്ക്കാണ് എന്നുള്ളതല്ല. ഇവരാരുമില്ലെങ്കിലും ഞാൻ ഹാപ്പി ആയിരിക്കും എന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റാണ് സെൽഫ് ലവ് ആൻഡ് സെൽഫ് വെർത്ത് എന്നുള്ളത്.
ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, വളരെ മാനസികമായി ബുദ്ധിമുട്ടുന്ന ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ സാധിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. ആ ഹെൽപ്പിലൂടെ മാത്രമേ നമ്മൾക്ക് അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. ബിക്കോസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾക്ക് ഒരു വിൽ പവർ കൊണ്ട് മാത്രം മാറ്റിയെടുക്കാൻ സാധിക്കില്ല. പക്ഷെ അപ്പോഴുമുണ്ട് മരുന്നിനൊപ്പം തന്നെ മനസ്സും കൂടെ സഞ്ചരിക്കുക എന്നുള്ളത്. നമ്മൾ ഏത് ക്ലിനിക്കിൽ ചെന്നാലും, നമ്മൾ ഏത് ഡോക്ടറെ കണ്ടാലും ആ ഡോക്ടർ പറയുക, ആദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ആദ്യം നമ്മളോട് സംവദിക്കാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും, നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും, അവരുടെ ഉള്ളപ്പോൾ ഇവരുള്ളപ്പോൾ എനിക്ക് അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോഴൊക്കെ സന്തോഷമാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും അതിൽ നമ്മളുമായി മാത്രമുള്ള പറച്ചിലുകൾ വളരെ കുറവായിരിക്കും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എന്താണെന്ന്. നിങ്ങൾ പറയുമായിരിക്കും, എനിക്ക് പുറത്ത് എല്ലാവരുടെയും കൂടെ പോകുന്ന ഇഷ്ടമാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന ഇഷ്ടമാണ്, വീട്ടിൽ പാരൻസ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, ഇതൊക്കെ തന്നെയായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഒരു തോട്ട്. അങ്ങനെ അല്ലാത്ത ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. സെൽഫ് ലവ് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എങ്കിലും ഞാൻ ജീവിക്കും എന്നുള്ള വിൽ പവർ ഉള്ള ആളുകൾ. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ എത്ര പേർ നമ്മളെ സഹായിക്കാൻ കൂടെ ഉണ്ടായെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. എല്ലാ മനുഷ്യരുടെയും ലൈഫ് സൈക്കിൾ നോക്കുമ്പോൾ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതേപോലെ തന്നെ എന്നെ രക്ഷിക്കാൻ, എൻ്റെ പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്ക് ലൈഫിൽ ഉണ്ടാവില്ല. ചില പ്രശ്നങ്ങളിൽ നമ്മൾ വീണുപോകും. അപ്പോൾ ഞാൻ ചിന്തിച്ചതും ഇങ്ങനെ തന്നെയായിരുന്നു. എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരും, എൻ്റെ ചിന്തകളെ മാറ്റാൻ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് വാനിഷ് ചെയ്ത് കളയാൻ ആരെങ്കിലും വരുന്ന ആരും വരില്ല. നമ്മളുടെ ഉള്ളിൽ ആ പോയിന്റിൽ, ഏതോ ഒരു പോയിന്റിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകും. ആ ചാട്ടത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു വന്നാൽ, പിടിച്ചു കയറിയാൽ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി അത് ഓവർകം ചെയ്തു വന്ന ഒരാളാണ്. ഞാൻ ഇതേപോലെ വളരെയധികം ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും, എൻ്റെ ലൈഫ് ശരിയാവില്ല, പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും എന്തൊക്കെ നമ്മളുടെ പോസിറ്റീവായിട്ടുണ്ടെങ്കിലും കുറേയേറെ നെഗറ്റിവിറ്റീസ് വന്നിട്ട് നമ്മൾ തന്നെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുക, നമ്മൾ തന്നെ നമ്മളെ ലവ് ചെയ്യാതിരിക്കുക, നമ്മൾക്ക് എല്ലാത്തിനും ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവുക. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഞാനും ഗോ ത്രൂ ചെയ്തു വന്നു. പക്ഷേ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി, ഈ ആളുകൾ അല്ലെങ്കിൽ ഈ എന്നെ ഹാപ്പി ആക്കുന്ന വസ്തുക്കൾ, അതിപ്പോൾ മനുഷ്യരായിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, സ്ഥലങ്ങളായിക്കോട്ടെ, ഇതൊന്നുമില്ലെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണ്ടേ, വേണം. ഇതൊന്നും ഇല്ലെങ്കിലും ഇവരാരും ഇല്ലെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ സ്വയം ഉള്ളിലേക്ക് നോക്കുമ്പോൾ, സ്വയം ചിന്തിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഫ്രണ്ട്, നമ്മളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് നമ്മൾ തന്നെയാണ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പകുതി മുക്കാലും മാറുമെന്നുള്ളത് ഉറപ്പാണ്. ഒന്ന് ട്രസ്റ്റ് ചെയ്യൂ എന്നെ. നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ച് മനസ്സിലാക്കി അത് കൊടുത്തു നോക്കൂ. നിങ്ങൾക്ക് എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും, നിങ്ങൾക്ക് ആരുമില്ല എന്നുള്ള തോന്നലാണെങ്കിൽ, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരു നിമിഷം ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക, എന്താണ് പ്രശ്നം നിങ്ങളുടെ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിൻ്റെ പ്രൈം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ നമ്മൾ തന്നെ ആയിരിക്കും. ഒരാൾ നമ്മളെ പറ്റിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ നിന്നു കൊടുത്തിട്ടാണ് നമ്മളെ അയാൾ പറ്റിക്കുന്നത്. ഒരാൾക്ക് നമ്മളെ വല്ലാതെ മിസ്യൂസ് ചെയ്ത് നിൽക്കുക, നമ്മൾ നിന്നു കൊടുത്തിട്ടാണ് നമ്മളെ അയാൾ മിസ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അപ്പോൾ എല്ലാവരെയും അങ്ങനെ നിന്നു കൊടുത്തിട്ടാണ്. നമ്മുടെ സൈലൻസ് ആയിരിക്കും ചിലപ്പോൾ അയാൾ യൂസ് ചെയ്യുക, ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളുടെ അനുവാദമില്ലാതെ ഒരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ ലൈഫിൽ പർപ്പസ്ഫുള്ളി ഒരാൾ, അതിപ്പം ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, വൃദ്ധരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ ഒരാൾ നമ്മളെ സ്വാധീനിക്കണമെങ്കിൽ, നമ്മൾക്ക് ഒരു തണലാകണമെങ്കിൽ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നിങ്ങൾ ചിന്തിച്ചോളൂ. നമ്മൾ അനുവദിച്ചു കൊടുത്താൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇത് തിരിച്ച് ചിന്തിക്കാൻ പറ്റാത്തത്? നമ്മളെ ആരും രക്ഷിക്കാൻ വരണ്ടെന്നേ, ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരണ്ട, നമ്മളുണ്ട്, നമ്മൾ മാത്രം മതി നമ്മൾക്ക്. അപ്പോൾ ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്താൽ ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല, ഒരാൾക്കും നിങ്ങളെ തളർത്താൻ പറ്റില്ല. സോ ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ്. ജീവിതത്തിൽ ഒരാളെയും കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക, ഒരാളെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങളെ രക്ഷിക്കാൻ കുതിരപ്പുറത്ത് ആരോ വരും എന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. നിങ്ങളെ അൾട്ടിമേറ്റ്ലി രക്ഷിക്കാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഹാപ്പി ആയാൽ പിന്നെ ചുറ്റുമുള്ള എല്ലാം ഹാപ്പിയാണ്. നമ്മൾ സന്തോഷിച്ചാലല്ലേ നമുക്ക് വേറൊരാളെയും സന്തോഷിപ്പിക്കാൻ പറ്റൂ. സോ അപ്സ് ആൻഡ് ഡൗൺസ് ലൈഫിലുണ്ടാവും, പക്ഷേ അതിലൊന്നും തളർന്നു പോകാതെ അതിൽ നിന്നും
ഉയർത്തെഴുന്നേറ്റ് വരിക എന്നുള്ളതാണ് നിങ്ങൾ ലൈഫിൽ ചെയ്യേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. എപ്പോഴും വളരെ ബോൾഡായിട്ടിരിക്കാൻ ശ്രമിക്കുക, എപ്പോഴും വളരെ വൈസായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. നമ്മളുടെ കുറേയേറെ ചിന്തകളാണ് നമ്മളെ വല്ലാതെ ബാഡായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക. നിങ്ങളുടെ ചിന്തകൾ നന്നായാൽ നിങ്ങളും നന്നാകും. നിങ്ങളുടെ പ്രശ്നങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിച്ചു പോവുക. നിങ്ങളാൽ ഉണ്ടാകുന്ന ചേഞ്ച് നിങ്ങളെ മാറ്റി, നിങ്ങളിലൂടെയുള്ള മാറ്റം വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കും എന്നും വിശ്വസിക്കുക. സോ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.